ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കിച്ചണിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടോ. നൂൽപുട്ടും കടലക്കറി ആയിരുന്നേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു ഒക്കെ കഴിഞ്ഞപ്പോ ഇനി ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പൊ നമുക്ക് കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പൂജ ഹോളിഡേ അല്ലേ, അപ്പൊ ഫുള്ള് പച്ചക്കറിയാണേ. മത്സ്യം ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ പച്ചക്കറി സാമ്പാർ വെക്കാനുണ്ട്, പിന്നെന്താ ചോറ് വെക്കാനുണ്ട്. നമ്മളുടെ കോളിഫ്ലവർ സാമ്പാർ വെച്ച് കഴിഞ്ഞു കേട്ടോ. ചോറ് അടുപ്പത്തുണ്ട്. ഇനി കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ച് അതിൽ വല്ല ജന്തുക്കൾ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് എടുത്ത് കളയണ്ടേ. അപ്പൊ അതിന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ടിരിക്കുകയാണ്. പിന്നെ പയറും കൂടിയിട്ടൊന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് മസാലയൊക്കെ തേച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അത് ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. പിന്നെന്താ, പപ്പടം കാച്ചാനുണ്ട്. ഉപ്പേരി ഉണ്ടാക്കുന്നില്ലേ, ഉപ്പേരിക്ക് പകരം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഫ്രൈ ആയിട്ട് ഉണ്ടെങ്കിൽ അത് മതിയാവും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കുന്നു. ചോറ് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. തിളച്ചു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഒന്ന് സിമ്മിലിട്ട് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. അപ്പൊ ചോറായി കിട്ടും. അപ്പോൾ സാമ്പാറായി കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മളുടെ കോളിഫ്ലവറും തിളക്കട്ടെ. തിളച്ചു കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മസാലയൊക്കെ തേച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ മത്സ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മത്സ്യം നന്നാക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. നോലുമ്പാണ്, പുസ്തക പൂജയുടെ നോലുമ്പാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഈ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ, സബ് ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രൈ പാനിലെ ആ സ്ക്രൂ ഒന്ന് ഇളകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കത്തി ഉപയോഗിച്ച്, സ്ക്രൂ ഡ്രൈവർ ഇപ്പൊ നമ്മുടെ കത്തിയാണ്, അപ്പൊ അത് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ആക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികൾ ഒരുവിധം ഒതുങ്ങി എന്ന് പറയാം. പിന്നെ ക്ലീനിങ്, അലക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കേ, ഇനി നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. സൗണ്ടൊക്കെ പോയി. ഓക്കെ, ബായ്.